ബബ്ബ വാട്ട് എ മൂവി മാൻ. അത് വെറുതെ അടിപൊളി മൂവിയാണ് ട്ടോ. വെറുതെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ രക്ഷയില്ല. മാസ് മാസ് മാസ്, ഡബിൾ മാസ്, ട്രിപ്പിൾ മാസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഇപ്പൊ ഈ ഇറങ്ങിയതിൽ കുറച്ച് നല്ല സൂപ്പർ മൂവിയാണ്. സൂപ്പർ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏം, ഭയങ്കര കുറെ കൺസെപ്റ്റ് ഉണ്ട്, ഭയങ്കര മീനിങ് ഉണ്ട്. അതൊന്നുമല്ല, ഒരു മീനിങ്ങും ഇല്ല. നോ ലോജിക്, ഓൺലി മാഡ്നസ്. മാഡ്നസിന്റെ നല്ലൊരു ലെവലിൽ തന്നെ എടുത്തിട്ടുണ്ട് മൂവി. എല്ലാരും അടിപൊളിയായിട്ടും സെറ്റ് ചെയ്തേക്കും അതില്. പിന്നെ ദിലീപിന്റെ സംഭവം എന്താ പറയാ, ദിലീപ് നല്ല രീതിയിൽ മാറി. ഇപ്പൊ പഴയ ആ ഒരു എനർജി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ രണ്ട് മൂന്ന് കുറച്ച് ഫിലിംസ് ഇറങ്ങിയതിലൊന്നും ദിലീപിന് ആ ഇതില്ലായിരുന്നു. എന്തോ ഒരു ഡിപ്രസ്ഡ് മോഡിലാണ് പുള്ളി അഭിനയിക്കുന്ന പോലെയൊക്കെ പല പ്രാവശ്യം എനിക്ക് ഫീൽ ചെയ്തു പുള്ളിന്റെ മൂവീസ് ഒക്കെ ഉണ്ടായപ്പോ. പക്ഷെ ഇതില് ഒരു രക്ഷയില്ല. ആള് വെറുതെ സൂപ്പറാണ്. എന്താ പറയാ, അടിപൊളിയായിട്ട് ആ പഴയ ഒരു ലെവലിലുള്ള ഒരു എനർജി ഇല്ലേ ദിലീപിന്റെ, ആ ഒരു എനർജിയൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് ആൾക്ക്. മേ ബി കേസിന്റെ ഒക്കെ സംബന്ധിച്ചിട്ടായിട്ടുള്ള ഒരു ടൈം കൊണ്ടുണ്ടായിരുന്ന ഒരു ഡിപ്രഷൻ മോഡിലൊക്കെ ആയിരിക്കാം കേട്ടോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെയൊക്കെ. ഇപ്പൊ അതല്ലല്ലോ, മാറിയില്ലേ വിധി. അതൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല, നമുക്ക് മൂവിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സംഭവം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ദിലീപ് വെറുതെ സൂപ്പർ ആയിട്ടാണ് എടുത്തേക്കുന്നത്. ആ ഒരു പഴയ എനർജി ഇല്ലേ, ആ ഒരു എന്താ പറയാ, മീശമാധവൻ, റൺവേ, പഴയ മൂവീസിന്റെ ഒക്കെ ആ ഒരു എനർജി ശരിക്കും ഉണ്ടായിരുന്നു അപ്പൊ അഭിനയിക്കുമ്പോ. പിന്നെ സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ ഉണ്ട് ദിലീപിന്റെ നല്ല രീതിയിൽ തന്നെ ദിലീപ് ചെയ്തേക്കുന്നത്. ഒരു എനർജിക്കൊന്നും ഒരു കുറവുമില്ല, നല്ല മാസമായിട്ട് തന്നെ എല്ലാം ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മുടെ ലാലേട്ടൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോ ഒരു വേറെ സീനാണ് അവിടെ. പിന്നെ എന്താ വെച്ചാലേ, പുള്ളി അറിയാലോ, മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് മാസാക്കി തരും അങ്ങോട്ട്. ഒരു രക്ഷയില്ല. പടം ഒന്നും പറയാനില്ല. ഈ പറഞ്ഞ സംഭവം നോക്കിട്ട് അത് കാര്യമൊന്നുമില്ല. അടിപൊളി മൂവിയാണ്. ഇഷ്ടമുള്ളവർക്ക് എല്ലാരും പോയി കാണുക. പിന്നെ ഇഷ്ടമില്ല ഇങ്ങനത്തെ ഒരാളുടെ പടം കാണൂല, ഞാൻ കാണൂല എന്ന് പറയുന്ന നിൽക്കുന്നവര് പോകണ്ട തിയേറ്ററിലോട്ട്. കാരണം അവിടെ സ്ഥലമില്ല കേട്ടാ ഇരിക്കാനായിട്ട്. തിയേറ്റർ ഫുള്ളാണ്. ഓക്കെ, എല്ലാരും പോയി കാണട്ടാ. ടേക്ക് കെയർ ഫോക്സ്, ബൈ ബൈ.